നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിവർഷം പാമ്പ് കടി ഏൽക്കുന്നത് 50,000-ത്തിലധികം പേർക്കാണ്. അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പാമ്പ് കടി ഏൽക്കുന്നവരുള്ളത് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ. ലോകത്തും ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെയും ഒരുപാട് ആരോഗ്യ അവസ്ഥ പ്രതിസന്ധി ഉണ്ടാകുന്നവരുടെയൊക്കെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണക്കുകൾ പുറത്തു വന്നു. അത് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഇവിടെ ഞങ്ങൾ പരിശോധിക്കുന്നതും അതുതന്നെയാണ്. പ്രത്യേകിച്ചും വളരെ ശാസ്ത്രീയമായുള്ള പാമ്പ് പിടുത്തത്തിലടക്കം പരിശീലനം വേണമെന്നുള്ള ഒരു വലിയ മുറവിളി കേരളത്തിൽ അടുത്തിടെ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും വാവ സുരേഷ് പാമ്പ് പിടിച്ചതിന് പിന്നാലെ മൂർഖൻ്റെ കടിയേറ്റ സംഭവം പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ഒരുപാട് പേർ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നു. ശാസ്ത്രീയമായി തന്നെ പാമ്പ് പിടുത്തത്തിൽ പരിശീലനം ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പാമ്പ് പിടുത്തത്തിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ വനം വകുപ്പ് വ്യാപകമായി തന്നെ ഇത്തരത്തിൽ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പല മേഖലകളിലുള്ളവർക്കും പരിശീലനം നൽകുമ്പോൾ അവിടെ നമ്മൾ ഒരു പേര് എടുത്തു പറയണം. രോഷ്നി എന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥയുടെ പേര്. ഇതിനോടകം തന്നെ നിങ്ങളിൽ പലരും രോഷ്നിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. രോഷ്നിയുടെ പാമ്പ് പിടുത്തത്തിൻ്റെ ശാസ്ത്രീയ രീതികൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ രോഷ്നി ഇപ്പോൾ ഒരുപാട് പേർക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കിൻ്റെ സമയങ്ങളാണ് രോഷ്നിക്ക് മുന്നിലുള്ളത്. രോഷ്നിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ നമുക്കറിയാം, ഓരോ വ്യക്തികൾക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ ഒരുപക്ഷെ പല മേഖലകളിലായിരിക്കും. അവിടെ പാമ്പ് പിടുത്തം കേവലം ഒരു രസത്തിനല്ല രോഷ്നി പരിശീലിച്ചത്. ഒരുപക്ഷെ പാമ്പെന്ന് കേൾക്കുമ്പോൾ കുട്ടിക്കാലത്ത് ഒരുപാട് പേടിച്ചിരുന്ന രോഷ്നി പോലും ഇപ്പോൾ പാമ്പ് പിടുത്തത്തിൻ്റെ ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ പഠിച്ച് ഒരുപാട് പേർക്കത് പകർന്നു കൊടുക്കുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥയായ രോഷ്നിയുടെ മറ്റൊരു മുഖം നമ്മൾ കണ്ടിട്ടുള്ളത് ചാനലുകളിലൂടെയാണ്. ഒരു വാർത്താ അവതാരകയാണ് രോഷ്നി, ഒരു മികച്ച കലാകാരിയാണ്. ഇപ്പോൾ ഇതാ രോഷ്നി പാമ്പ് പിടുത്തത്തിൻ്റെ മേഖലയിലും സജീവമാകുമ്പോൾ നമുക്ക് രോഷ്നിയോട് ചോദിക്കാം, എന്തൊക്കെയാണ് രോഷ്നി ഇതുവരെ ആരോടും പറയാത്ത ചില ടെക്നിക്കുകൾ, രോഷ്നിയുടെ ഇഷ്ടങ്ങൾ. ഒരുപക്ഷെ സെലിബ്രിറ്റികൾ പല മേഖലകളിലും പല താല്പര്യങ്ങളും കാണിക്കുമ്പോൾ ഇവിടെ വാർത്താ അവതാരകയായ രോഷ്നി പാമ്പ് പിടുത്തത്തിൻ്റെ പുതിയ സാധ്യതകളാണ് തുറക്കുന്നത്. നമുക്ക് രോഷ്നി പരിചയപ്പെടാം. ഇതാണ് നമുക്കിപ്പോൾ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത മലയാളികൾ ഇതിനോടകം പരിചയപ്പെട്ട് കഴിഞ്ഞ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ. അതിനേക്കാളേറെ ഞങ്ങൾ വാർത്താ അവതാരകരെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരവും അഭിമാനവും ഒക്കെയാണ്. ഞങ്ങളിങ്ങനെ ഒരേ ഫ്രെയിമിൽ അടുത്തടുത്തൊക്കെ ഇന്ന് വായിക്കുകയും ഒരേ സമയം വാർത്ത വായിക്കുകയും പ്രോഗ്രാം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നുള്ളത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചത് വ്യക്തിപരമായി വളരെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു ചേച്ചി. അപ്പോൾ നമ്മൾ ഇതിനോടകം തന്നെ സ്ത്രീകൾ ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് ഓഫീഷ്യലായിട്ട് അങ്ങനെ ആ ഒരു ബഹുമാനത്തോടെ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. സ്ത്രീകളാരും പാമ്പ് പിടുത്തം എന്നുള്ള മേഖലയിലേക്ക് വരാറില്ല. വരുന്നവർക്ക് തന്നെ ശാസ്ത്രീയമായ പരിശീലനം കിട്ടാറില്ല. കിട്ടുന്നവർക്കൊട്ടാണെങ്കിൽ അംഗീകാരം കിട്ടാറുമില്ല. അപ്പോൾ ഇതൊക്കെ ഒത്തുവരുന്നത് അപൂർവമാണ്. അപ്പോൾ ഈ ഒരു ശ്രമത്തെ നമ്മൾ വളരെ ബഹുമാനിക്കുക തന്നെ വേണം. അപ്പോൾ കുഞ്ഞിലെ പാമ്പിന് നല്ല പേടിയായിരുന്നില്ല? ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ശരിക്കും. അതെ. പിന്നെ എപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? സാധ്യത ഞാൻ ശരിക്കും ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വ്യത്യസ്ത മേഖലയാണ്. അപ്പോൾ ശരിക്കും അന്ന് ദൂരദർശനിൽ നമ്മൾ കോൺട്രാക്ട് ബേസാണ്. അപ്പോൾ ഒരു സർക്കാർ ജോലി വേണം എന്നൊരാഗ്രഹമേ ശരിക്കും ഉള്ളൂ. അപ്പോൾ വനം വകുപ്പിലാണ് പക്ഷേ അത് കിട്ടിയത്. അത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ട് എന്നെ അറിഞ്ഞ് വനം വകുപ്പിൽ കൊണ്ട് വെച്ചതായിരിക്കണം ശരിക്കും. എന്നിട്ട് 2017 ഞാൻ വനം വകുപ്പിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം 2019 ശരിക്കും ഈ സയൻറ്റിഫിക് റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സർപ്പയുടെ ആപ്പ്, പിന്നെ ഈ ഒരു സ്നേക്ക് റെസ്ക്യൂവിൻ്റെ ഒരു മെത്തേഡൊക്കെ കൊണ്ടുവരുന്നത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൊണ്ടുവരുന്നത്. മുഹമ്മദ് അൻവർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറാണ്. സാറ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് അരിപ്പ ട്രെയിനിങ് സ്കൂളിൽ. അപ്പോൾ സാറാണ് നമുക്ക് ട്രെയിനിങ് ഒക്കെ തരുന്നത്. അപ്പോൾ ശരിക്കും 2019 ഇങ്ങനൊരു ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാറിനോട് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെ ട്രെയിനിങ് ഉണ്ടെന്ന് കേട്ടു, എനിക്ക് വേണം, ഞാൻ വരുന്നുണ്ട്, അപ്പോൾ എനിക്കതിൽ എൻ്റെ പേരും കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. സാർ എന്നെ ഉൾപ്പെടുത്തി. അന്ന് PTPയിൽ വെച്ചിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ വെച്ചിട്ട് നമുക്കൊരു തിയറി ക്ലാസ്, പാമ്പ് എന്താണ് എങ്ങനെയാണെന്നതിനെക്കുറിച്ചൊരു ക്ലാസ്, പിന്നെ ഒരു പ്രാക്ടിക്കൽ, ഒരു റെസ്ക്യൂ. അത് നമ്മൾ ശരിക്കും ഒരു ഗ്രൗണ്ടിലൊരു പാമ്പിനെ പിടിച്ചു വെച്ചേക്കുന്ന നമ്മൾ എവിടെന്നെങ്കിലും റെസ്ക്യൂ ചെയ്ത ഒരു സ്നേക്കിനെ കൊണ്ടുവന്ന് നമുക്ക് പുറത്തിട്ട് തന്നിട്ട് നമ്മൾ ആ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇതിനെ റെസ്ക്യൂ ചെയ്യാം എന്ന് കാണിച്ചു തരാണ്. പക്ഷേ അതുമായിട്ടൊക്കെ ഭയങ്കര ഡിഫറൻസാണ് നമ്മളൊരു ഫീൽഡിൽ ഇപ്പോൾ ഒരു സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യുന്നതാണ്. ഇവിടെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് അതിനൊന്ന് വീണ്ടും കയറ്റാനൊക്കെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് സാധിക്കും. പക്ഷേ അതിനേക്കാളും കുറേ ചില സമയത്ത് എളുപ്പമായിരിക്കും, ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളൊരു ഫീൽഡിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പെട്ടെന്നൊരു പാമ്പിനെ കാണുമ്പോഴേ നമ്മൾ ആർക്കായാലും പെട്ടെന്നൊരു പേടി തോന്നും. ആ ഒരു ഇതാണ്. അങ്ങനെ പിന്നെ ഇഷ്ടമാണ്, എനിക്ക് അതിലോട് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ പേടി തോന്നാത്തത്. ഒരുപാട് പാഷൻ ഉണ്ടല്ലോ, വാർത്ത വായന ഒരു പാഷനാണ്. ഇപ്പോൾ തൊഴിൽ മേഖലയിൽ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ അതൊരു പാഷനാണ്. ഒപ്പം പാമ്പ് പിടുത്തം, ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം? ശരിക്കും എല്ലാം ഇഷ്ടമാണ്. ദൂരദർശനെ വിട്ടുപോകാനുള്ള വിഷമം കൊണ്ടാണ് ശരിക്കും ഞാൻ ഗവൺമെൻറ് ഓർഡറിന് കൊടുക്കുന്നത്. വനം വകുപ്പിൽ വന്നിട്ട് ഗവൺമെൻറ് ഓർഡറിന് കൊടുത്തു. എനിക്ക് ഗവൺമെൻറ് ഓർഡർ കിട്ടി. ഇപ്പോഴും വല്ലപ്പോഴും പോയി ചെയ്യുന്നുണ്ട്.
പിന്നീട് ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിലാണ് ഞാനിപ്പോൾ ശരിക്കും ജോലി ചെയ്യുന്നത്. റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തന്നെ സ്നേക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ വൈൽഡ് ആനിമൽസിനെയും നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. അത് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ചോദിച്ച് വാങ്ങുന്നതാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിച്ച് ഗവൺമെൻറ് ഓർഡർ വഴിയാണ് ഞാൻ ശരിക്കും റാപ്പിഡ് റെസ്പോൺസ് ടീമിലേക്ക് എന്നെ വയ്ക്കുന്നത്. അത് ആ താല്പര്യം ഉള്ളത് കൊണ്ടാണ്, വന്യമൃഗങ്ങളോട് അല്ലെങ്കിൽ ആ ജീവികളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതിനു മുമ്പും എനിക്ക് സ്നേക്ക് റെസ്ക്യൂ ഒത്തിരി കോൾ വരാറുണ്ട്. കാരണം എനിക്ക് ലൈസൻസ് ഉണ്ട്. 5 വർഷത്തേക്ക് പാമ്പിനെ എടുക്കാനുള്ള ലൈസൻസ് നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ലൈസൻസ് ഉള്ളവർ മാത്രമേ എടുക്കാൻ സമ്മതിക്കുന്നുള്ളൂ. കാരണം ഒത്തിരി അപകടങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വഴിയെ പോകുന്നവരും വേണമെങ്കിൽ പെട്ടെന്ന് എടുത്തൊരു കുപ്പിക്കകത്ത് കയറ്റുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും അങ്ങനെ ഒരു ഇത് വരാതെ, അല്ലെങ്കിൽ പാമ്പിനെ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥ അത് മാറണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സയൻറ്റിഫിക് മെത്തേഡ് വന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒത്തിരി പേര് ട്രെയിനിങ് എടുക്കുന്നുണ്ട്, അവർക്കെല്ലാം നമ്മൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഇപ്പോൾ വരുന്നുണ്ട്. എനിക്ക് പക്ഷേ ഇഷ്ടം ഇത് തന്നെയാണ്, ഇഷ്ടമാണ്. കുടുംബത്തിന്റെ ഒരു പിന്തുണ ഇതിൽ ഉറപ്പായിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ നാട് സംബന്ധിച്ച് ആര്യനാടാണ്, ആര്യനാട്ടുകാരിയാണ്. ആര്യനാട്ടുകാർ ഇപ്പോൾ എന്താണ് പറയുന്നത്? നാട്ടുകാർ ഭയങ്കര സ്നേഹമുള്ളവരൊക്കെ പറയും പണി വേണ്ടെന്ന് പറയും. ശരിക്കും എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് പറയുക. അമ്മ 2 ചേച്ചിമാരുണ്ട്, ചേട്ടന്മാർ, അവർക്കൊക്കെ ഭയങ്കര വിരോധമാണ്, എന്നെ വിളിക്കാറ് പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്, എൻ്റെ എല്ലാ വേലകൾക്കും ഹസ്ബൻഡ് സപ്പോർട്ടാണ്. പിന്നെ അമ്മയ്ക്കറിയാം ഞാൻ കുറച്ച് ഇങ്ങനെയുള്ള ഇതിലോട്ടൊക്കെ ഒരു പാഷനുള്ള ഒരു മനുഷ്യനാണെന്നറിയാം. പാഷൻ മാത്രമല്ല, ഇപ്പോൾ അതെൻ്റെ പ്രൊഫഷനും കൂടിയാണ്. അപ്പോൾ എനിക്കത് രണ്ടും കൂടി ആണ് ഞാനതിൽ കാണുന്നത്. അല്ലാതെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതല്ല, എൻ്റെ ജോലിയും കൂടിയാണ്, എൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ജോലി ഒരു ജോലിയാണെന്ന് കരുതി ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ എൻ്റെ ഫീൽഡിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സപ്പോർട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ശരിക്കും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കത് സപ്പോർട്ടുണ്ട്. നമ്മൾ വേറെ പെറ്റ്സിനെ വളർത്തും പോലെയോ അല്ലെങ്കിൽ വേറെ വൈൽഡ് ആനിമൽസ് പലതും ഉണ്ട്, സിവറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടാറുണ്ട്, കണ്ണ് തുറക്കാത്ത കുഞ്ഞുങ്ങൾ. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി പല സിറ്റിയിൽ നിന്നൊക്കെ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ സിവറ്റൊക്കെ ഇങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന എടുത്തുകൊണ്ട് വരാറൊക്കെ ഉണ്ട്. അതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഇണക്കിയേക്കാം. പക്ഷേ പാമ്പ് അങ്ങനെയൊന്നും ഉള്ളൊരു ജീവിയല്ല. നമ്മൾ പോയി അതിനെ പലരും പല ഇൻ്റർവ്യൂവിലും എങ്ങനെ ചോദിച്ചത് കാണുമ്പോൾ അതിനെ എങ്ങനെ നമ്മുടെ ഒരു ഇതിലേക്ക് അങ്ങനെയൊന്നും ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. സ്നേക്ക് അങ്ങനെയുള്ളൊരു ജീവിയേ അല്ല. അതിന് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന്, അത് പെട്ടുപോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അതിനപ്പോൾ എങ്ങനെ രക്ഷപ്പെടാം എന്ന് മാത്രമേ നോക്കൂ. അതിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ശരീരം നോക്കുന്നെങ്കിലോ അത് ഉറപ്പായിട്ടും അറ്റാക്ക് ചെയ്യും. അത് വന്ന് നിൽക്കുന്നത് ഞാനാണോ, ഓഫീസറാണോ, ലോക്കലായിട്ടുള്ള ഒരാളാണോ, പബ്ലിക്കാണോ എന്ന് അതിനറിയത്തില്ല. അപ്പം നമുക്ക് ഒരിക്കലും അതിനെ മെരുക്കിയെടുത്ത് കൊണ്ടുപോകാനായിട്ട് ശരിക്കും പറ്റത്തില്ല. ഒരു ചോദ്യം കൂടി, ഇപ്പോൾ നിൽക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് 2 വിഷയങ്ങൾ നടന്ന സംഭവമാണ്. ഒന്ന്, വാവാ സുരേഷ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ വാവാ സുരേഷ് കുറച്ച് പരിശീലനമെങ്കിലും ഉണ്ട്. ഇല്ലാത്തവർ സ്വീകരിക്കേണ്ട മുൻകരുതൽ. ഒപ്പം ഈ വനമേഖലയിൽ ട്രക്കിങ്ങിന്റെ ഒരു അപകടം ഇപ്പം നമ്മൾ കണ്ടതാണ്, ഒരു മലയിൽ നിന്ന് ഒരാൾ വീണത്. അതുപോലെ അപൂർവ ഇനം ജീവികളും കാടാണ്, വളരെ സൂക്ഷിച്ച് നമ്മൾ യാത്ര ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ 2 സംഭവങ്ങൾ. ഈ 2 സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് പറയാനുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്? ശരിക്കും സ്നേക്ക് റെസ്ക്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിയപ്പെടാത്ത, ഇപ്പോൾ വാവാ സുരേഷിൻ്റെ കാര്യം പറഞ്ഞ് പുള്ളിക്ക് ഇടയ്ക്കൊരു അപകടം പറ്റി, അതിൽ നിന്നൊക്കെ നല്ലതുപോലെ രക്ഷപ്പെട്ടു വന്ന് നമുക്കതിൽ വളരെ സന്തോഷമാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെയല്ല, അദ്ദേഹം അല്ലാതെ അറിയപ്പെടാത്ത ഒത്തിരി പേരുണ്ട്. സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ഒരുപാട് പേരുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരുപാട് റെസ്ക്യൂവർമാരുണ്ട്. 10-12 വർഷമുള്ള സ്നേക്ക് പാർക്കിൽ ജോലിയുള്ള ഒരു റെസ്ക്യൂറുണ്ട്, സജി എന്ന് പറഞ്ഞിട്ട്. പുള്ളിയൊക്കെ 12 വർഷം. സനൽ രാജ് നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു വാച്ചറാണ് പുള്ളി. സനലിനൊക്കെ ഒത്തിരി വർഷമായിട്ട് ഒരുപാട് പാമ്പിനെ എടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ RRTയിൽ തന്നെ എൻ്റെ കൂടെ ഒരു പുള്ളിയുണ്ട്, ശരത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അധികം അറിയപ്പെടാത്ത ഒത്തിരി ആൾക്കാർ ഈ മേഖലയിൽ തന്നെയുണ്ട്. പിന്നെ നമ്മൾ ഇവർക്ക് പരിശീലനം കൊടുക്കുന്നു എന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഓടിപ്പോയി എടുക്കാൻ പറ്റിയെന്നൊന്നും വരത്തില്ല. നമുക്ക് അതിനോടൊരു ഇഷ്ടം വേണം, നമുക്കതിനോടൊരു താല്പര്യം വേണം. പിന്നെ നമ്മുടെ ഭയം ഉണ്ടാവാം, നമുക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാകാം. പക്ഷേ നമ്മളൊരു റെസ്ക്യൂവിന് ഒരാൾ നമ്മളെ പിടിച്ചിട്ട് റെസ്ക്യൂ ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് അയ്യോ പേടിയാണെന്ന് പറഞ്ഞ് നിന്ന് അങ്ങനെ അങ്ങനെ പറ്റത്തില്ല. കാരണം നമുക്കിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സുരക്ഷ നോക്കണം, പാമ്പിൻ്റെ സുരക്ഷ നോക്കണം. അവിടെ ചുറ്റും ഭയങ്കരമായിട്ട് ആൾ കൂടും. ഇപ്പോൾ സ്നേക്ക് റെസ്ക്യൂവിനാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതെല്ലാം കൂടി നോക്കിയിട്ട് മാത്രമേ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പബ്ലിക്കിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളെല്ലാം ഷെഡ്യൂളിൽപ്പെട്ടതാണ്. ഒത്തിരി മൃഗങ്ങളെല്ലാം ഷെഡ്യൂളിൽപ്പെട്ടാണ്. ഇപ്പോൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി മൃഗങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. നമ്മൾ പണ്ട് കാട്ടിൽ കണ്ടുകൊണ്ടിരുന്ന പല മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ശരിക്കും ഇപ്പോൾ നാട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. കുരങ്ങ്, വൈൽഡ് ബോർ, സിവറ്റ്, പിന്നെ വെള്ളിമുങ്ങ എന്ന് പറയുന്ന സിൽവർ ഔള്, ഇങ്ങനെയുള്ള പല സാധനങ്ങളും, മയിൽ ഒക്കെ ധാരാളമായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊന്നും ശരിക്കും നമ്മൾ ഉപദ്രവിക്കാതെ തിരിച്ചതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ ഒത്തിരി കോള് ദിവസം വരുന്നുണ്ട്. അപ്പം ശരിക്കും പബ്ലിക്കിനോട് പറയാനുള്ള, ഉപദ്രവിക്കരുത്. ഇപ്പം മൃഗങ്ങളെ ഉപദ്രവിച്ചാലോ അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റിയാലോ ഓരോ ഷെഡ്യൂൾ മാറുന്നതിനനുസരിച്ചും അതിൻ്റെ
ശിക്ഷയ്ക്കുള്ള ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പാമ്പാണെങ്കിൽ കോബ്രയൊക്കെയാണ് മുറിവേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ 3 മുതൽ 7 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ അവെയറാണ്, ആരും അധികം അങ്ങനെ കൊല്ലാറില്ല. കാരണം എവിടെ കണ്ടാലും നമ്മളെ വിളിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ദിവസം ഒത്തിരി 30-40 കോളൊക്കെ നമുക്ക് പലർക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. എന്തിനെ കണ്ടാലും സ്നേക്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ അപകടകാരിയല്ല. ഒരിക്കലും സ്നേക്ക് പുറകെ ചെന്ന് ഒരാളെ ഉപദ്രവിക്കില്ല. ഇപ്പോൾ വീട്ടിനകത്തായാലും പുറത്ത് വെച്ച് കണ്ടാലും നമ്മളൊന്നുകിൽ ചവിട്ടുകയോ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുമ്പോൾ മാത്രമേ അത് നമ്മളെ തിരിച്ച് ആക്രമിക്കാറുള്ളൂ. അപ്പോൾ ചേച്ചി ഇവിടെ ഇതിൽ കണ്ടില്ലായിരുന്നു, നമ്മളവിടെ റെസ്ക്യൂ ചെയ്യുന്നത്. അതിനെ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ആളനങ്ങുന്ന ഭാഗത്തേക്ക് നോക്കി നിൽക്കും, മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് തിരിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യുള്ളൂ. ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യുള്ളൂ. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. അങ്ങനൊരു ശരിക്കും അങ്ങനെ ഒരു അപേക്ഷയാണ് തീർച്ചയായും ശരിക്കും. പ്രേക്ഷകരോട് ഇപ്പോൾ പറഞ്ഞത് വലിയൊരു അപേക്ഷയാണ്. അപ്പോൾ ഇനി ഭാവിയിലുള്ള എല്ലാ സംരംഭങ്ങൾക്കും എല്ലാ ശ്രമങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഷ്നി നിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചത് നമ്മളിവിടെ ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്ന വാക്കൊക്കെ പറയാറുണ്ട്. ജൈവ വൈവിധ്യം നഷ്ടപ്പെടുന്നു, വന്യമൃഗങ്ങൾ അസ്വസ്ഥരാകുന്നു, അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നു, ആകെ കൂടി ആശങ്കയാണ്. അവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മനുഷ്യരുടെ ഇടപെടലുകൾ കൂടി എങ്ങനെയാകണമെന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരു വനപാലക, ഒരു ഉദ്യോഗസ്ഥ കൂടിയായ രോഷ്നിക്ക് പറയാനുള്ളത്. ഏതായാലും പാമ്പ് പിടുത്തത്തിൻ്റെ സാധ്യതകൾ പരീക്ഷിക്കാൻ ഇറങ്ങുന്നവർ അപകടകരമായ രീതിയിൽ അതൊന്നും പരീക്ഷിക്കരുത്. പക്ഷേ ഇത് ഏത് സ്ത്രീക്കും സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റും. ആത്മവിശ്വാസമുള്ള കാര്യമാണെന്ന് തന്നെയാണ് പറയുന്നത്. വളരെയധികം നന്ദി ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചത്. താങ്ക് യു ചേച്ചി. സത്യം ഇങ്ങനെ വിളിച്ചിങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്ന ഒത്തിരി, ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒത്തിരി ഇത് ചെയ്തായിരുന്നു, സ്നേക്സ് തന്നെ ഒരുപാട് റെസ്ക്യൂ ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തിടെ വന്നതാണ് ഭയങ്കരമായിട്ട് വൈറലായത്. അതിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് പേര് ഏറ്റെടുത്തവരുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് തന്നെ പല ജില്ലകളിൽ നിന്നും ഒത്തിരി പേര് വിളിച്ച് ആശംസ പറയുന്നുണ്ട്. അതോടൊപ്പം സ്നേഹത്തോടെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ആ സപ്പോർട്ട് എനിക്ക് ശരിക്കും എന്നും വേണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്.